കൃഷി അറിവുകൾക്കൊരിടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താമാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയ വാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ. നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം
93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കാർബൺ ന്യൂട്രൽ ഫാമിംഗ് അഥവാ കാർബൺ തുലിത കൃഷി. കർഷക സുഹൃത്തുക്കളെ, ആഗോളതാപനം എന്നത് ഇന്നൊരു മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനന്തരഫലങ്ങൾ ലോകം മുഴുവനുള്ള ജീവജാലങ്ങൾ പലവിധത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹരിതഗൃഹവാതങ്ങളായ കാർബൺ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലൂറിൻ അടങ്ങിയ വാതകങ്ങൾ മുതലായവ ഭൂമിയുടെ അന്തരീക്ഷ താപനില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നു. ഫോസിൽ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗവും വനനശീകരണവും ജനസംഖ്യാ വർധനവും നഗരവത്കരണവും വ്യാവസായവൽക്കരണവും മണ്ണ് നശീകരണവും വിവിധതരം മലിനീകരണങ്ങളും ചില കാർഷിക പ്രവർത്തനങ്ങളും ജൈവവും അജൈവവുമായ വസ്തുക്കൾ കത്തിക്കുന്നതുമെല്ലാം തന്നെ ഹരിതഗൃഹവാതങ്ങളുടെ ബഹിർഗമനം വർദ്ധിപ്പിക്കുന്നു. ആഗോളതാപനം വഴി വരൾച്ചയും കാട്ടുതീയും ഉഷ്ണവാതങ്ങളും മഞ്ഞുരുകലും കടൽനിരപ്പ് ഉയരലും മരുഭൂമിവൽക്കരണവും തുടർക്കഥയാകുന്നു. കടലിന്റെ താപനില വർദ്ധിക്കുന്നത് പവിഴപ്പുറ്റുകളുടെ നാശത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ കടലുകളിൽ കൂടുതൽ ന്യൂനമർദ്ദങ്ങളും ചക്രവാതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനും വരെ വഴിവെക്കുന്നു. ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അന്തരീക്ഷത്തിലെ അളവ് കുറയ്ക്കാനായി ലോകരാഷ്ട്രങ്ങൾ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ കാർഷിക മേഖലയ്ക്ക് ചെയ്യാനാകുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സംയോജിച്ചിട്ടുള്ള കൃഷിരീതിയെ നമുക്ക് കാർബൺ ന്യൂട്രൽ ഫാർമിംഗ് അഥവാ കാർബൺ തുലിത കൃഷി എന്ന് വിളിക്കാം. എന്താണ് കാർബൺ തുലിത കൃഷി? ഹൈഡ്രജനും ഹീലിയത്തിനും ഓക്സിജനും ശേഷം പ്രപഞ്ചത്തിലെ ഏറ്റവും സുലഭമായ മൂലകമാണ് കാർബൺ. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ശരീരത്തിൽ ഓക്സിജന് ശേഷം 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ മൂലകം സസ്യലോകത്ത് പ്രഥമ സ്ഥാനത്താണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഗോളതലത്തിൽ കാർബൺ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കാർബൺ ന്യൂട്രൽ, കാർബൺ ക്രെഡിറ്റ്, കാർബൺ ഫൈനാൻസ്, കാർബൺ ട്രേഡ്, കാർബൺ സെക്വിസ്ട്രേഷൻ, കാർബൺ ഓഫ്സെറ്റ്, നെറ്റ് സീറോ കാർബൺ തുടങ്ങിയ അന്താരാഷ്ട്ര തലത്തിൽ നിരന്തരമായി ഉയർന്നു കേൾക്കുന്ന ആധുനിക പദങ്ങളുടെയും പദ്ധതികളുടെയും എല്ലാം അന്തിമമായ ലക്ഷ്യം ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പ് മാത്രമാണ്. അതായത് ഹരിതഗൃഹവാതകങ്ങളുടെ അന്തരീക്ഷത്തിലേക്കുള്ള വ്യാപനം കുറയ്ക്കുകയും അതുവഴി ആഗോളതാപനവും കാലാവസ്ഥ വ്യതിയാനവും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുക എന്നതാണ്. യൂറോപ്യൻ യൂണിയന്റെ ആഗോള അന്തരീക്ഷ പഠന വിഭാഗത്തിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്ന രാഷ്ട്രത്തിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ശേഷം ഇന്ത്യ 3ാം സ്ഥാനത്താണ്. എന്ന് മാത്രമല്ല 2022 അപേക്ഷിച്ച് 2023 ഇന്ത്യയിലെ ബഹിർഗമനം വർദ്ധിച്ചതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുകയും നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനയായ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് 2021 ഗ്ലാസ്ഗോയിൽ വെച്ച് നടത്തിയ 26ാമത്തെ കാലാവസ്ഥ ഉച്ചകോടിയിലെ തീരുമാനപ്രകാരം 2070 ആകുമ്പോൾ ഇന്ത്യ കാർബൺ തുലിത രാഷ്ട്രമാവേണ്ടതുണ്ട്. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ 2030 ബഹിർഗമനം 45% എങ്കിലും കുറയ്ക്കണം. അതിനായി ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, ജൈവ ഇന്ധനങ്ങളുടെയും വൈദ്യുത വാഹനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, സൗരോർജം ഉൾപ്പെടെയുള്ള പാരമ്പര്യ ഊർജങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക. ബഹിർഗമനം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ പരമപ്രധാനമാണ് ഹരിതഗൃഹവാതങ്ങളുടെ സ്വാംശീകരണവും. കൃഷിയിലൂടെയും കാർഷികാനുബന്ധ പ്രവർത്തനങ്ങളിലൂടെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബണിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും മണ്ണിലും വൃക്ഷങ്ങളിലും
മറ്റു സസ്യാദിലങ്ങളിലും കാർബൺ സംഭരണം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായ വിവിധ മാർഗങ്ങൾ അനുവർത്തിച്ചുകൊണ്ടുള്ള കൃഷി സമ്പ്രദായത്തെ കാർബൺ തുലിത കൃഷി എന്ന് വിശേഷിപ്പിക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആഗോള താപനശേഷി 1 എന്ന് കണക്കാക്കുകയാണെങ്കിൽ മീഥേൻ വാതകത്തിൻ്റേത് 28 മടങ്ങും നൈട്രസ് ഓക്സൈഡിൻ്റേത് 265 മടങ്ങുമാണ്. 23,500 മടങ്ങ് താപനശേഷിയുള്ള സൾഫർ ഹെക്സാഫ്ലൂറൈഡുകളാണ് ഏറ്റവും അധികം പ്രഹരശേഷിയുള്ള വാതകം. എങ്കിലും ഏറ്റവും അധികം വ്യാപകമായതും ഏറ്റവും എളുപ്പത്തിൽ ജൈവിക രൂപത്തിലേക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുന്നതും കാർബൺ ആയതിനാലാണ് കാർബൺ ന്യൂട്രൽ കൃഷിക്ക് കൂടുതൽ പ്രചാരം കൊടുക്കുന്നത്. കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ കാർബൺ തുലിതമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം കാർബൺ എന്ന മൂലകത്തിന്റെ ബഹിർഗമനവും സ്വാംശീകരണവും തുല്യമാക്കുക എന്നതല്ല. ഹരിത ഗൃഹവാതകങ്ങളുടെ അന്തരീക്ഷത്തിലെ സാന്ദ്രത അവയുടെ അനുവദനീയമായ പരിധിക്കുള്ളിൽ നിർത്തുക വിധത്തിൽ നിർഗമനവും സംഭരണവും ക്രമീകരിക്കുക എന്നത് കൂടിയാണ്. അന്തരീക്ഷത്തിലെ കാർബൺ വാതകത്തെ ശേഖരിക്കുകയും അത് ഭൂമിക്ക് ദോഷകരമാവാത്ത രീതിയിൽ സംഭരിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് കാർബൺ സ്വാംശീകരണം. പുറന്തള്ളപ്പെടുന്നതിനേക്കാൾ അധികം കാർബൺ ശേഖരിച്ച് വയ്ക്കാൻ കഴിയുന്ന ഏതൊരു വസ്തുവിനെയും കാർബൺ സിങ്കുകൾ എന്ന് വിളിക്കാം. മണ്ണ്, വനം, കടൽ തുടങ്ങിയവയാണ് പ്രകൃതിയായുള്ള പ്രധാനപ്പെട്ട കാർബൺ സംഭരണികൾ. കാർബൺ സ്വാഭാവികമായി ഭൂമിക്കടിയിലെ വിവിധ രൂപീകരണങ്ങളിലോ മണ്ണിലോ ശേഖരിക്കപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് കാർബൺ വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ജൈവിക ഘടനത്തിലേക്ക് സംഭരിക്കപ്പെടുന്നത്. ജനസംഖ്യ താരതമ്യേന കുറവും ഭൂവിസ്തൃതിയുടെ 75% വനപ്രദേശവുമായ ഭൂട്ടാനാണ് ലോകത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ തുലിത രാജ്യം. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഹിമാചൽ പ്രദേശാണ് ആദ്യ കാർബൺ തുലിത സംസ്ഥാനം. കേരളത്തിൽ വയനാടിലെ മീനങ്ങാടിയാണ് കാർബൺ ന്യൂട്രൽ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ തോട്ടമായി കേരളത്തിലെ കൃഷി വകുപ്പിന് കീഴിലുള്ള ആലുവയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിക്ക് എങ്ങനെ കാർബൺ തുലിത കൃഷി സാധ്യമാക്കാം? പ്രകൃതിക്ക് യാതൊരു വിധത്തിലും കോട്ടം വരുത്താതെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള കൃഷിരീതി ആയതിനാൽ കാർബൺ തുലിത കൃഷിയിടങ്ങൾ മറ്റുള്ള കൃഷിയിടങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കുന്നത് കുറയ്ക്കുന്നതിനായി അനാവശ്യമായ മണ്ണിളക്കലുകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് അവയെ ജൈവചക്രത്തിൽ ശേഖരിക്കാൻ കൃഷിയിടങ്ങൾ ഹരിതാപമാകേണ്ടതുണ്ട്. അതിനാൽ കൃഷിഭൂമി ഒരിക്കലും തരിശിടാതിരിക്കുക. കൃഷി സാധ്യമായ മലഞ്ചെരിവുകളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനും നല്ല വേരോട്ടമുള്ളതുമായ വിളകൾ കൃഷിക്കായി തിരഞ്ഞെടുക്കുക. കൃഷിക്കായി തിരഞ്ഞെടുക്കുന്ന വിളകളും ഇനങ്ങളും ആ പ്രദേശത്തെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിരിക്കണം. തദ്ദേശീയമായതും ആഴത്തിൽ വേരോട്ടമുള്ളതും വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുന്നതുമായ വിളകൾക്ക് പ്രാധാന്യം കൊടുക്കണം. മരം ഒരു വരം തന്നെയാണ്. ആഗോളതാപനത്തെ നേരിടാൻ ഏറ്റവും നല്ല ഉപാധി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ്. കാരണം ഏകവർഷികളും ദ്വിവർഷികളുമായ സസ്യങ്ങളെ അപേക്ഷിച്ച് വൃക്ഷങ്ങൾ അവയുടെ വളർച്ചാഘട്ടത്തിൽ വളരെയധികം കാർബൺ ശേഖരിക്കുകയും വർഷങ്ങളോളം മരത്തിൽ സംഭരിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു സസ്യങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന കാർബൺ അവയുടെ വളർച്ച പൂർത്തീകരിക്കുമ്പോൾ വിഘടനത്തിലൂടെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തപ്പെടുന്നു. അതായത് ഹ്രസ്വകാലത്തേക്കുള്ള കാർബൺ സംഭരണം മാത്രമേ ഇവയിൽ നടക്കുകയുള്ളൂ. കൃഷിസ്ഥലത്തിന്റെ വിസ്തീർണവും ഭൂപ്രകൃതിയും അനുസരിച്ച് പഴവർഗ്ഗ വൃക്ഷങ്ങളോ പൂമരങ്ങളോ തോട്ടവിളകളോ സുഗന്ധവിളകളോ വനവൃക്ഷങ്ങളോ എന്തുമാകട്ടെ കൃഷിയിടത്തിൽ വൃക്ഷങ്ങൾക്ക് സ്ഥാനം കൊടുക്കേണ്ടതാണ്. മൊത്തം കൃഷിയിടത്തെ 1-2 വരിപ്പൊക്കം കുറഞ്ഞ വൃക്ഷങ്ങൾ കൊണ്ട് ചെറിയ സമാന്തര ഭാഗങ്ങളാക്കി തിരിച്ച് അവയ്ക്കിടയിൽ സാധാരണ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. പച്ചില വളച്ചെടികളോ കീടരോഗ നിയന്ത്രണത്തിന് തകുന്ന വൃക്ഷങ്ങളോ ഉയരത്തിൽ നടാനായി തിരഞ്ഞെടുക്കാം. മറ്റു സസ്യങ്ങളെ അപേക്ഷിച്ച് വൃക്ഷങ്ങൾ കാറ്റിനെ തടുക്കുന്നതിനോടൊപ്പം മണ്ണിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്നത് തടയുകയും സസ്യദ്വയന നിരക്ക് അഥവാ ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണിലെ ജൈവാംശം കൂട്ടുന്നതിനും സഹായകരമാവുന്നു. ശക്തമായ കാറ്റ് മൂലം കൃഷി തടസ്സപ്പെടുന്ന പ്രദേശങ്ങളിൽ വിൻ ബ്രേക്കുകൾ നടപ്പിലാക്കാവുന്നതാണ്. ശക്തമായ വേരുകളുള്ള വൃക്ഷങ്ങളാവണം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. 1 വരിയോ 2 വരിയോ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം വിളകൾ നടാം. ഈ വൃക്ഷങ്ങൾ കാറ്റിന്റെ വേഗത ഗണ്യമായി കുറയ്ക്കുന്നു. അരിവേപ്പ്, മുള, അശോകം, തേക്ക് മുതലായവ പ്രധാനമായും കാറ്റിനെ പ്രതിരോധിക്കാൻ നടാറുണ്ട്. കടലോരത്തും കായലോരത്തും കാറ്റാടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും കാറ്റിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ്. മണ്ണിലെ ജലാംശം നിലനിർത്താനും ഘടന മെച്ചപ്പെടുത്താനും ഫലഭൂഷ്ഠിത വർദ്ധിപ്പിക്കാനുമാണ് ആവരണ വിളകൾ വളർത്തുന്നത്. പെട്ടെന്ന് വേര് പിടിക്കുന്നവയും വളരുന്നവയും ആവരണ വിളകളാവാം. പയറുവർഗ്ഗ വിളകളാണെങ്കിൽ
കാർബണിനോടൊപ്പം നൈട്രജനും അന്തരീക്ഷത്തിൽ കുറയ്ക്കാനും അതോടൊപ്പം മണ്ണ് മൂലക സമ്പുഷ്ടമാക്കാനും സാധിക്കും. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ വിവിധ ഘടകങ്ങളുടെ അളവ് മണ്ണ് പരിശോധനയോടുകൂടി അറിഞ്ഞ് മാത്രം വളം ചേർക്കുക. അമിതമായോ അലസമായോ അശാസ്ത്രീയമായോ വളങ്ങൾ ചേർക്കരുത്. രാസവളങ്ങളുടെ നിർമ്മാണ വേളയിലും മണ്ണിൽ അവ വിഘടിപ്പിക്കുമ്പോഴും ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ട് എന്നാണ് ഓർക്കേണ്ടത്. സംയോജിത രോഗ കീട നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുകയും അവസാന ഉപാധിയായി മാത്രം രാസവസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യണം. ബഹുവള കൃഷിയും ബഹുതല കൃഷിയും. വിവിധ ചെടികളുടെ പ്രകാശ സംശ്ലേഷണ നിരക്കും കാർബൺ സ്വാംശീകരണവും വ്യത്യസ്തമാണ്. അതിനാൽ കൃഷിയിടങ്ങൾ പലതരം വിളകളാൽ സമ്പന്നമാക്കുക. അതുപോലെ വിളപരിക്രമണം നിർബന്ധമായും നടപ്പിലാക്കണം. സൂര്യപ്രകാശത്തെ പല തലത്തിൽ നിന്നും സ്വീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ ബഹുതല കൃഷിയും നടപ്പിലാക്കാം. തെങ്ങ് പോലെയുള്ള ദീർഘകാലവിളകൾ വളരെ നല്ല കാർബൺ സംഭരണികളാണ്. തെങ്ങിന്റെ വിവിധ വളർച്ചാ ഘട്ടങ്ങളിൽ അനുസരിച്ച് ഉചിതമായ ഇടവിളകളും തിരഞ്ഞെടുക്കാം. ബഹുതല കൃഷിക്ക് വളരെ അനുയോജ്യമായ ഒരു വിള കൂടിയാണ് തെങ്ങ്. അതുപോലെ പടർന്നു പന്തലിക്കുന്ന വള്ളിച്ചെടികൾ ബഹുതല കൃഷികൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് മാത്രമല്ല, അവയുടെ തണ്ടിലും ഇലഞ്ഞെട്ടിലുമെല്ലാം ഹരിതകം അടങ്ങിയിട്ടുള്ളതിനാൽ കൂടുതൽ അളവിൽ കാർബൺ സ്വാംശീകരണം സാധ്യമാകുന്നു. വിളപരിക്രമണത്തിനായി പയറുവർഗ്ഗ വിളകളും ചെറുധാന്യങ്ങളും ഉൾപ്പെടുത്താം. കളകൾക്ക് പകരം അധികം മണ്ണിളക്കം ആവശ്യമില്ലാത്ത ഔഷധ സസ്യങ്ങളും നാട്ടിൻ പുറത്തെ ഇലക്കറിയായി ഉപയോഗിക്കുന്ന വിവിധ ചെടികളും തോട്ടത്തിൽ വളരട്ടെ. ജൈവവേലികൾ കെട്ടിയുയർത്താം. ജീവനില്ലാത്ത മധുരങ്ങൾക്ക് പകരം ജീവനുള്ള ജൈവവേലികൾ നട്ടുപിടിപ്പിക്കാം. ഒരു പുരയിടത്തിന്റെ വേലി മുതൽ കൃഷിയിടത്തിലെ വിവിധ വിളകൾക്ക് അതിരായും ഒരു പൂന്തോട്ടത്തിന്റെ മോടി കിട്ടുന്ന ഹെഡ്ജ് സസ്യങ്ങളുമായുമെല്ലാം നമുക്ക് വിവിധ തരം സസ്യങ്ങളും കുറിയ വൃക്ഷങ്ങളുമെല്ലാം നട്ടുപിടിപ്പിക്കാം. ജൈവവേലിയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഇലവർഗ പച്ചക്കറികളും ഉപയോഗപ്പെടുത്താം. കാർബൺ സ്വാംശീകരണത്തോടൊപ്പം മേൽമണ്ണ് ജൈവവള സമ്പുഷ്ടമാക്കുന്നതിനും മഴവെള്ളം ഒഴുകിപ്പോകാതെ മണ്ണിൽ ഊർന്നു നിൽക്കുന്നതിനും ജൈവവേലികൾ ഉപകരിക്കുന്നു. കുറ്റിച്ചെടികൾ, പൂച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ, പച്ചില വളച്ചെടികൾ, വിളകളുടെ രോഗ കീട പ്രതിരോധത്തിനും ആരോഗ്യത്തിനും ഉപകരിക്കപ്പെടുന്ന വിവിധ വൃക്ഷങ്ങൾ തുടങ്ങിയവ നമുക്ക് ജൈവവേലിയാക്കാവുന്നതാണ്. ആവശ്യവും സന്ദർഭവും അനുസരിച്ച് അനുയോജ്യമായവ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. പയറുവർഗ്ഗ വിളകളും ചെറുധാന്യങ്ങളും കൃഷി ചെയ്യാം. പയറുവർഗ്ഗത്തിൽപ്പെട്ട വിളകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താം എന്നത് മാത്രമല്ല, നല്ലൊരു കന്നുകാലി തീറ്റയായും പച്ചില വളമായും ആഭരണ വിളയുമായെല്ലാം ഉപയോഗപ്പെടുത്താം. അന്തരീക്ഷത്തിലെ നൈട്രജൻ വാതകത്തിന്റെ സാന്ദ്രത കുറയ്ക്കാനുള്ള കഴിവ് പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ഉണ്ട്. അതുവഴി ഹരിതഗൃഹവാതകങ്ങളുടെ സ്വാംശീകരണം മാത്രമല്ല, മണ്ണിന്റെ ഫലപുഷ്ടിതയെ വർദ്ധിപ്പിക്കാനും കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM-ന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ, SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ
എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLM-ന് കീഴിൽ SSGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLM-ന് കീഴിൽ SSGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SSGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SSGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SSGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SSGകൾ വാടകയ്ക്ക് നൽകുകയും SSGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SSGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIF-ൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടം ഫോഴ്സ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസസംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടം ഫോഴ്സ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20-5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK
15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കളത്തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു.
മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷികം